ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിലുള്ള ഒരു ഓൾഡ് പ്രോഡക്റ്റിനെ നമുക്ക് റീക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇതുപോലെ ഒരു അടിപൊളി ബാഗാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അത് നമ്മളൊരു ഓൾഡ് ഷർട്ടിൽ നിന്നാണ് ഇങ്ങനെയൊരു നല്ല ബാഗ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം നമ്മളുടെ വീട്ടിലുള്ള എന്ത് ടൈപ്പ് ആയിക്കോട്ടെ ഓൾഡ് ക്ലോത്തിനെ കൊണ്ട് നമുക്ക് ഇതുപോലെ റീയൂസ് ആക്കി എടുക്കാവേ. നമ്മൾ ഇതുപോലെ ഒരു ഓൾഡ് ഷർട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ ഷർട്ട് കൊണ്ട് നമുക്ക് ഇതുപോലത്തെ 2 ബാഗ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ഒക്കെ ചെയ്തെടുക്കാവേ. അതിൻ്റെ എല്ലാ പീസസും എടുക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ നിന്ന് ഒരു ബാഗാണ് എടുക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. നമ്മളിതുപോലെ സ്ക്വയറാണ് ആദ്യമേ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. നമ്മൾ 28 സെൻറ്റിമീറ്ററാണ്, സെൻറ്റിമീറ്ററും 24 സെൻറ്റിമീറ്ററും ഉള്ള 2 മെയിൻ ക്ലോത്തും അതിലേക്ക് നമ്മൾ ഇൻ്റർഫേസിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേ സെയിം അളവിൽ തന്നെ. ഇൻ്റർഫേസിങ് എന്ന് പറയുന്നത് ഇതാണ്, അതായത് നമ്മളുടെ ബക്രവെന്ന് പറയുന്നത് അല്ലാതെ തന്നെ ബാഗിൽ വെക്കുന്ന ഒരു സ്പോഞ്ച് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതാണെങ്കിലും മതിയെ. നമ്മളിപ്പോൾ നല്ല സ്റ്റാർച്ച് ഉള്ളതിനും നമ്മളുടെ ഇൻ്റർഫേസിങ്ങിനെ നമ്മളുടെ മെയിൻ ക്ലോത്തിലേക്ക് അയൺ ചെയ്ത് അറ്റാച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതേ സെയിം അളവിൽ തന്നെ നമ്മളൊരു ലൈനിങ് ക്ലോത്തും എടുക്കണേ. ഇതിനെല്ലാം നമ്മൾ കറക്റ്റ് സെയിം അളവാണ്. എല്ലാം നമ്മൾ സെൻറ്റിമീറ്ററിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഓൾ പീസസിനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇതെല്ലാം സെൻറ്റിമീറ്ററാണ് അളവ് പറയുന്നത്. 3.3 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയറാണ് നമ്മൾ ഒരു സൈഡിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ 3.3 സെൻറ്റിമീറ്ററാണ് നമ്മളിങ്ങനെ സ്ക്വയറാക്കി കൊടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഒരു ബോക്സ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇതേ സെയിം അളവാണ് നമ്മളിതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഇങ്ങനെ കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ഈ എല്ലാ പീസസിനെയും കൂടെ ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ 3.2 സെൻറ്റിമീറ്ററാണ് നമ്മൾ കൊടുക്കുന്നത്. ടോപ്പ് പോർഷൻ വരുന്നിടത്താണ് 3.2 സെൻറ്റിമീറ്റർ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതും അതിൻ്റെയും സ്ക്വയറാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത് എന്നിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഈ എല്ലാ പീസസിലും നമ്മളിങ്ങനെ കട്ട് വീഴുന്ന രീതിയിലായിരിക്കണം കറക്റ്റായിട്ട് ആ പറഞ്ഞിരിക്കുന്ന അതേ സെയിം അളവിൽ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ ലൈനിങ് പീസസ് എല്ലാം മാറ്റിയതിന് ശേഷം ഏതെങ്കിലും ഒരു പീസ് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പോക്കറ്റിനായിട്ടുള്ള ഒരു ലൈനിങ് പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇതിന് നമ്മൾ വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 21 സെൻറ്റിമീറ്ററും ലെങ്ത് എടുത്തിരിക്കുന്നത് 30 സെൻറ്റിമീറ്ററുമാണ്. നമ്മളെല്ലാ കണക്ക് സെൻറ്റിമീറ്ററിലാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ ഇതിനെ ഇതുപോലെ ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പോർഷനിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് ടോപ്പിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ നമ്മൾ എവിടെയാണോ വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് വിഡ്ത്ത് നമ്മളൊരു 18 സെൻറ്റിമീറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആ 18 സെൻറ്റിമീറ്റർ നമ്മൾ ഇതുപോലെയൊന്ന് വരച്ചുകൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ താഴെ വെച്ച് കൊടുത്തിരിക്കുന്ന നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തിലേക്കാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു പീസ് വെച്ച് കൊടുക്കുന്നത്. അപ്പം നല്ല വശത്തിലേക്ക് നമ്മളുടെ ഈ ഒരു ലൈനിങ് ക്ലോത്തിനെ കറക്റ്റ് അളവിൽ ഇങ്ങനെ ആ കട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷൻ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 1/2 സെൻറ്റിമീറ്ററാണ് നമ്മളിതിന് വിഡ്ത്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു 1/2 സെൻറ്റിമീറ്റർ വിഡ്ത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് ബോക്സ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ സിപ്പറിൻ്റെ വിഡ്ത്ത് നോക്കാവേ. നമുക്ക് ഈ ഒരു വിഡ്ത്തിന് ഒരല്പം വിഡ്ത്ത് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇതിനകത്ത് ഈ നമ്മളുടെ ഈ കറക്റ്റ് ഒരു അളവ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് സിപ്പറിന് എടുക്കുക. അതുപോലെ തന്നെ വിഡ്ത്ത് നമുക്കൊരല്പവും കൂടെ ആ റണ്ണറിൻ്റെ വിഡ്ത്ത് ഒരു നല്ലോണം കൊണ്ടെന്ന് തോന്നിയത് കൊണ്ട് ഒരു അല്പവും കൂടെ നമ്മളിവിടെ ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 3/4 സെൻറ്റിമീറ്ററാണ് നമ്മൾ വിഡ്ത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ തീരെ തിന്നായിട്ടുള്ള സിപ്പറാണെങ്കിൽ 1/2 സെൻറ്റിമീറ്റർ കൊടുത്താൽ മതിയേ. നമ്മളിപ്പോൾ ഒരു 3/4 സെൻറ്റിമീറ്റർ അതിന് വീതിയാക്കി കൊടുക്കുന്നുണ്ട്. ഈ റണ്ണർ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരേണ്ടത് കൊണ്ടാണ് നമ്മൾ അത്രയും കൂട്ടി കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലെ തന്നെ എങ്ങനെയാണോ നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിങ്ങനെ സൈഡുകൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഈ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കോർണറൊക്കെ നല്ല ഷാർപ്പായിട്ട് കുത്തി നമ്മൾ സൂചി കൊണ്ട് കുത്തി അവിടെ നിർത്തി ഇങ്ങനെ നമ്മൾക്ക് ആ ഒരു
ഷേപ്പ് അതുപോലെ തന്നെ കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. അതിനകത്ത് ഒരു വ്യത്യാസം വരാൻ പാടില്ല. ഇവിടെ എല്ലാം നമുക്ക് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയും ചെയ്യാവേ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാവേ. നമ്മളിതുപോലെ കറക്റ്റ് രീതിയിൽ ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മളിപ്പം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുത്തിരിക്കുകയാണ്. ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ എടുത്തതിന് ശേഷം ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇതുപോലെ പിടിച്ച് നമ്മൾ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലൂടെ ഇങ്ങനെ കട്ട് ചെയ്യുക. തിരിച്ച് നമ്മൾ ഈ ഒരു സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കോർണർ രണ്ട് വശത്തിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യണം. ത്രെഡിൽ കട്ട് വീഴാനും പാടില്ല. നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇതിനെ നമ്മുടെ ഈ ലൈനിങ് പീസിനെ അകത്തേക്കിട്ട് നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ വലിച്ച് നല്ല നീറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ ഒരു സൈഡിലൂടെ നല്ല വശത്തിലൂടെ പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ലൈനിങ് ക്ലോത്തിൽ പിടിച്ച് നമ്മുടെ ലൈനിങ് ക്ലോത്ത് ഒട്ടും മുകളിലേക്ക് കാണത്തില്ലാത്ത രീതിയിൽ ആക്കി വേണം നമ്മൾ ഇതുപോലെ ഈ ഒരു കാര്യം ചെയ്തെടുക്കാനായിട്ട്. നല്ല നീറ്റായിട്ടായിരിക്കണം നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കിട്ടേണ്ടത്. നമുക്ക് അവിടെ ഒരു ഹോള് കിട്ടുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത്. നല്ല നീറ്റായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഓരോ ഭാഗവും ആ കോർണറൊക്കെ അതേ ഷേപ്പ് കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മളിങ്ങനെ ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ ഇങ്ങനെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ ഒരു സിപ്പർ ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുത്ത് കണ്ടോ കറക്റ്റായിട്ട് ആ വിഡ്ത്ത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടേണ്ടത് കൊണ്ടാണ് നമ്മളൊരല്പം ആദ്യമേ വിഡ്ത്ത് കൂട്ടി കൊടുത്തത്. അപ്പോൾ സിപ്പറിന് വിഡ്ത്ത് കുറവാണെങ്കിൽ നമ്മൾ ഈ ഒരു ഹോൾ ഇടുന്നതിനും വിഡ്ത്ത് തീരെ കുറച്ച് കൊടുത്താൽ മതിയേ. എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ എങ്ങനെയാണോ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കേണ്ടത് ആ ഒരു രീതിയിൽ തന്നെ കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ ഇതിൻ്റെ അടിയിലൂടെ ആ സിപ്പർ വരുന്ന രീതിയിൽ ഇങ്ങനെ നമ്മളൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ആ സൈഡൊക്കെ പിൻ കുത്തിയൊക്കെ കൊടുത്തതിന് ശേഷം വെച്ച് കൊടുത്താലും മതിയേ. ഇപ്പം നമ്മൾ നല്ല നീറ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല നീറ്റായിട്ട് വളരെ ശ്രദ്ധിച്ച് ഈ ഒരു ഭാഗം എല്ലാം വരുമ്പോൾ നമുക്ക് ആ സൂചി കുത്തി തന്നെ സൈഡെല്ലാം നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ വേണം ഇതിൻ്റെ മുകളിൽ കൂടെയും സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ഒരു സിപ്പർ ഇതിലേക്ക് പിടിപ്പിച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മളിതിനെ ഇതുപോലെ ഇങ്ങനെ തിരിച്ചതിന് ശേഷം നമ്മളുടെ ഈ ഒരു ഭാഗം ഇങ്ങനെ മടക്കി കൊടുത്ത് ഇതിൻ്റെ ഈ ഒരു 3 വശവും നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ക്ലോസ് ചെയ്ത് ഇതുപോലെ ഇപ്പം നമ്മളിപ്പം ഇങ്ങനെ എടുത്തിരിക്കുകയാണ്. നല്ല നീറ്റായിട്ട് നമുക്കിപ്പം ഇതുപോലെ ചെയ്തെടുത്തിരിക്കുകയാണ് നമ്മളിപ്പോളെ. നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സിപ്പർ എടുത്തതിന് ശേഷം ഇതിൻ്റെ ടോപ്പ് പോർഷനിലേക്ക് ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ്. നല്ല വശങ്ങൾ തമ്മിൽ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ഈ ലൈനിങ് പീസ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ഈ ഒരു സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിൽ കൂടി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിനെ ഇങ്ങനെ തിരിച്ച് വെച്ച് നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെയും സൈഡിൽ കൂടി ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത പോർഷൻ എടുത്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ നല്ല വശത്തിൻ്റെ ആ ഒരു നല്ല വശങ്ങൾ തമ്മിൽ വരുന്നത് പോലെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അതിനെ ഇങ്ങനെ തിരിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് നമ്മളുടെ ലൈനിങ് ക്ലോത്തും ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിനെയും നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തതുപോലെ ചെയ്തെടുക്കുകയാണ്. അപ്പം നല്ല നീറ്റായിട്ട് ഇതുപോലെ നമുക്കിപ്പം ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലത്തെ 2 സ്ട്രിപ്പാണ് എടുക്കുന്നത്. ഇതിന് നമുക്ക് 2 സ്ട്രിപ്പിൻ്റെയും ലെങ്ത് 10 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 8 സെൻറ്റിമീറ്ററുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനെ കറക്റ്റ് ഈക്വലായിട്ട് നമ്മൾ ഒരേപോലെ ആയിരിക്കണം ഇങ്ങനെ മടക്കി കൊടുക്കേണ്ടത്. സെൻറ്റർ ഇങ്ങനെ മടക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മളിതിൻ്റെ 2 സൈഡ് വഴിയും സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണ്. അപ്പം രണ്ടിനും നമ്മൾ ഒരേ വിഡ്ത്തിലായിരിക്കണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടത്. അതാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ഇതുപോലത്തെ ഡി ലോക്ക് കിട്ടുമേ. അത് നമുക്ക് ഞാനിപ്പോൾ മീഷോ വഴിയാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് അതുപോലെ ഓൺലൈനിൽ നിന്ന് കിട്ടും. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഷോപ്പുകളിലും കിട്ടുമായിരിക്കും കേട്ടോ. ബാഗിൻ്റെ അക്സസറീസ് കിട്ടുന്ന ഷോപ്പിലും കിട്ടുമായിരിക്കും. ഞാൻ അവിടെ ചോദിച്ചിട്ടില്ല. ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്, മീഷോയിൽ നിന്നാണ്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്ത് അവിടേക്ക് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
എന്നിട്ട് നമ്മൾ ഇതിനെ ഈ ലൈനിങ് ക്ലോത്തിൻ്റെ ഈ ഒരു സൈഡുകൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് മാത്രം കുറച്ച് ഗ്യാപ്പ് ഇടുക. ബാക്ക് ഭാഗത്ത് മാത്രം കുറച്ച് ഗ്യാപ്പ് ഇടുക. ബാക്കിയെല്ലാം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ചേക്കണേ. നമ്മളിതുപോലെ ഇങ്ങനെയാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഭാഗങ്ങൾ മാത്രമേ നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. മെയിൻ പോർഷൻ്റെ എല്ലാ ആ ഒരു സൈഡുകളെ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ ആ കട്ട് ചെയ്ത സൈഡുകൾ ചെയ്ത് കൊടുത്തിട്ടില്ലേ, അത് നമ്മളെങ്ങനെയാണ് ഇനി ചെയ്യുന്നതെന്ന് പറയാവേ. ബാക്കി ഭാഗങ്ങളെല്ലാം നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗങ്ങളെ ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ചിങ് പോയിൻറ്റുകൾ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോക്ക് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെയും നമ്മളിതുപോലെ ലോക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം നമ്മളുടെ സിപ്പർ നമ്മൾ നീണ്ടു നിൽക്കുന്നതൊക്കെ ക്ലിയർ ചെയ്ത് ഇതുപോലെ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം നമ്മളിങ്ങനെയും നമ്മളുടെ ലൈനിങ് ക്ലോത്തിൻ്റെ ആ ഒരു ഭാഗം കറക്റ്റായിട്ട് ഇങ്ങനെ നമ്മൾ ഈ വെച്ച് കൊടുക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അവിടെയും നമ്മളിങ്ങനെ ക്ലിപ്പിട്ട് കൊടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗവും ഇതുപോലെ തന്നെ എടുത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മളിവിടെയും ലോക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കറക്റ്റായിട്ട് നമ്മളിതുപോലെ ഇങ്ങനെ നല്ല നീറ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു ഭാഗങ്ങളെല്ലാം നമ്മൾ ഡബിൾ സ്റ്റിച്ചോ ത്രിബിൾ സ്റ്റിച്ചോ ഒക്കെ ചെയ്ത് കൊടുത്തോണേ. എന്നിട്ട് നമ്മൾ ഈ ഒരു ലൈനിങ് ക്ലോത്തിൻ്റെ മാത്രം ഈ ഒരു ഭാഗം ഇത്രയും രീതിയിലാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാതെ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതുവഴി നമ്മളിങ്ങനെ തിരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളുടെ ഈ മെയിൻ ക്ലോത്തിനെ പുറത്തേക്കാക്കി എടുക്കുകയാണ്. നമ്മൾ ആ ഇൻ്റർഫേസിങ് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഇതുപോലെ എടുക്കണേ. കുറച്ച് ടൈം എടുത്ത് നമ്മളതിനെ ഇങ്ങനെ തിരിച്ചെടുത്തതിന് ശേഷം നമ്മളുടെ ഈ ലൈനിങ് ക്ലോത്തിൻ്റെ ഈ ഓപ്പണായിട്ട് നമ്മളൊരു അല്പഭാഗമാണ് ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നത്. ഇതുപോലെ ഇത്രയും ഭാഗമേ ഓപ്പൺ ആക്കിയിട്ടിട്ടുള്ളൂ. അവിടെ നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ക്ലോസ് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ലൈനിങ് ക്ലോത്തിനെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഈ ഒരു സൈഡുകളെല്ലാം നമ്മൾ നല്ലോണക്ക് ഇതിൻ്റെ ഏത് ഷേപ്പിലാണോ വന്നിരിക്കുന്നത് ആ ഷേപ്പിലേക്ക് ആക്കി കൊടുക്കുക. ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് നല്ല ഭംഗിക്ക് ഇങ്ങനെ കിട്ടുവേ. ഇതിനെല്ലാം നമ്മളിങ്ങനെ ക്ലിയർ ചെയ്തൊക്കെ നമ്മൾ കൈകൊണ്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിതുപോലെ ഇതിന് വള്ളിയും വെച്ച് കൊടുത്തിട്ടുണ്ടേ. അതൊക്കെ നമ്മളുടെ ലെങ്ത് നമ്മുടെ ആവശ്യത്തിന് വരുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു നമ്മുടെ ആ സ്ട്രിപ്പിന് എടുത്തിരിക്കുന്ന അതേ വിഡ്ത്താണ്, നമ്മൾ 8 സെൻറ്റിമീറ്റർ വിഡ്ത്താണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനെയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല സ്റ്റോറേജോട് കൂടിയിട്ടുള്ള അത്യാവശ്യം നമുക്കൊരു മൊബൈൽ ഫോണോ ഒക്കെ ഇട്ട് ഒരു കുപ്പി വെള്ളമൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു ബാഗാണ് നമുക്കിപ്പോൾ ഇവിടെ. ഒരു ഓൾഡ് നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന ഒരു ഷർട്ടിൽ നിന്നാണ് നമുക്കിതുപോലെ ഒരു ബാഗ് സ്വന്തമായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിച്ചത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ, ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.